തമിഴ്നാട്ടിലെ വിരുദു നഗറിൽ ഏപ്രിൽ 19 തീയതി ഉണ്ടായ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ 23 പേരാണ് മരണപ്പെട്ടത്. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ മുണ്ടത്തിക്കോടുണ്ടായ മറ്റൊരു വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടത് 14 പേരാണ്. മരണസംഖ്യ ഇനിയും കൂടിയേക്കാം. ഇനിയും പലരെയും തിരിച്ചറിയുവാനുമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ 10 വർഷം മുമ്പ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം നടന്നത് കൊല്ലം പരവൂര് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ 2016 ഏപ്രിൽ 10-നാണത്. പുലർച്ചെ 3:30 നാടിനെ നടുക്കിയ ആ ദുരന്തമുണ്ടായി. 2016 കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷനെയാണ് സർക്കാർ അന്ന് നിയോഗിച്ചത്. 111 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കമ്മീഷൻ 2019 ജൂലൈ 17-ന് സർക്കാരിന് സമർപ്പിച്ചു. എന്തൊക്കെയായിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ? ഒന്നാമതായിട്ട് അതിനകത്ത് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവർക്കെല്ലാം വീഴ്ച പറ്റിയതായി കമ്മീഷൻ കണ്ടെത്തി. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. ജില്ലാ ഭരണകൂടത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അനുമതിയില്ലാത്ത വെടിക്കെട്ടായിരുന്നു പുറ്റിങ്ങലിൽ അന്ന് നടത്തിയത് എന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. അതായത് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിട്ടും വെടിക്കെട്ട് മത്സരമായി നടത്തിയത് നിയമവിരുദ്ധമാണ് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേപോലെ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമായിരുന്നു അന്ന് അവിടെ ഉണ്ടായത്. മതിയായ സുരക്ഷാ അകലം പാലിക്കാഞ്ഞതും നിരോധിച്ച രാസവസ്തുക്കളുടെ ഉപയോഗവും അന്നത്തെ ദുരന്തത്തിന് കാരണമായി. അന്ന് ആ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? വെടിക്കെട്ട് ശബ്ദത്തെക്കാൾ കൂടുതൽ പ്രകാശത്തിനും വർണ്ണങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറ്റണം. അതായിരുന്നു ഒരു നിർദ്ദേശം. മറ്റൊന്ന്, രാത്രികാല വെടിക്കെട്ടുകൾ കർശന നിയന്ത്രണത്തോടെ നടത്തണം, അല്ലെങ്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. വെടിക്കെട്ട് പുരകൾക്കും നിർമ്മാണശാലകൾക്കും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം. അതുപോലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വെടിക്കെട്ടിന് 2 ആഴ്ച മുമ്പ് തന്നെ റിസ്ക് അസസ്മെൻറ്റ് നടത്തണം. ഇത് വല്ലതും പാലിച്ചോ? ഇത് വല്ലതും നടന്നു? നമ്മൾ ആരോട് ചോദിക്കും? ആര് ഉത്തരം പറയും? ആദ്യം ഈ പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിക്കുവാൻ നിയോഗിച്ച ജസ്റ്റിസ് N കൃഷ്ണൻ നായർ കമ്മീഷൻ ആവശ്യമായ സൗകര്യങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് PS ഗോപിനാഥനെ പുതിയ കമ്മീഷനായിട്ട് നിയമിച്ചത്. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലെ കാലതാമസത്തെക്കുറിച്ച് കമ്മീഷൻ അധ്യക്ഷൻ തന്നെ പിന്നീട് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഏകാംഗ കമ്മീഷനെ ഈ ദുരന്തം അന്വേഷിക്കുവാൻ നിയോഗിച്ചിരിക്കുന്നു. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടും അട്ടത്തു പോകും. സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും വലവാരിയിൽ കാലങ്ങളോളം അത് പൊടി പിടിച്ച് അത് കിടക്കും. നമ്മുടെ ഒരു ദുർവിധി എന്നല്ലാതെ എന്തു പറയുവാൻ. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ശ്രീ ജസ്റ്റിൻ J മാളിയേക്കൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് കൂടി വായിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. കേരളത്തിലെ വെടിക്കെട്ട് നിർമ്മാണ യൂണിറ്റുകൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പ്രധാനമായും എക്സ്പ്ലോസീവ് റൂൾസ് 2008, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ PESO അവയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ടത്. തൃശ്ശൂരിൽ ഇന്ന് നടന്ന ദാരുണമായ സ്ഫോടന വാർത്ത നമ്മെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും നാം നിരോധനത്തെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും വാചാലരാകും. എന്നാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജോലികളിൽ ഒന്നാണെന്നും അതീവ കർശനമായ നിയമങ്ങൾ ഇവിടെ നിലവിലുണ്ടെന്നും നാം ഓർക്കണം. ഇന്ത്യയിലെ എക്സ്പ്ലോസീവ്സ് ആക്ട് 1884, എക്സ്പ്ലോസീവ്സ് റൂൾസ് 2008 എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും കണിശമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. എന്നാൽ അപകടങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെ കെട്ടിടങ്ങളോ സാഹചര്യങ്ങളോ പരിശോധിച്ചാൽ ഈ നിയമങ്ങളിൽ ഒന്നുപോലും അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. വായ പൊളിച്ചു പോകുന്ന അത്രയും കടുത്ത നിബന്ധനകളാണ് ഒരു പടക്ക നിർമ്മാണശാലയ്ക്കുള്ളത്. നിർമ്മാണശാലയ്ക്കുള്ളിൽ ഒരു ആണി പോലും ഇരുമ്പിൻ്റേത് പാടില്ല. കസേരകളോ ബെഞ്ചുകളോ ലോഹം കൊണ്ടുള്ളതാകരുത്. ലോഹങ്ങൾ തമ്മിൽ തട്ടിയുണ്ടാകുന്ന ഒരു ചെറിയ തീപ്പൊരി മതി ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതെയാക്കാൻ. തൊഴിലാളികൾ സിന്തറ്റിക് വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. 100% കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ പാടുള്ളൂ. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വെടിമരുന്നിന് തീപിടിക്കാൻ കാരണമാകും. ഈ വസ്ത്രങ്ങൾക്ക് പോക്കറ്റുകൾ പോലും പാടില്ല എന്നറിയുമ്പോഴാണ് നിയമത്തിൻ്റെ കാർക്കശ്യം നമുക്ക് മനസ്സിലാകുന്നത്. തറ വെറും സിമൻ്റ് ഇട്ടതായാൽ പോരാ, അത് വൈദ്യുത ചാർജിനെ ഭൂമിയിലേക്ക് കടത്തിവിടുന്ന തരത്തിൽ ഉള്ളതാകണം.
പുറത്തുനിന്ന് ചെരുപ്പിൽ പറ്റിവരുന്ന ഒരു മണൽത്തരി മതി ഘർഷണം വഴി ദുരന്തം വിതയ്ക്കാൻ. അപകടമുണ്ടായാൽ ഉള്ളിലുള്ളവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ പുറത്തിറങ്ങാൻ കഴിയണം. അതുകൊണ്ട് എല്ലാ വാതിലുകളും പുറത്തേക്ക് മാത്രം തുറക്കുന്നവ ഔട്ട്വേർഡ് ഓപ്പണിംഗ് ഉള്ളത് ആയിരിക്കണം. നിർമ്മാണശാലയ്ക്കുള്ളിലെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് കടക്കാൻ പാടില്ല. ചൂട് ഇതിലും കൂടിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണം. കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത ചൂടും ഉയർന്ന ഹ്യൂമിഡിറ്റിയും സ്ഫോടക വസ്തുക്കളുടെ കാര്യത്തിൽ അതീവ അപകടകാരികളാണ്. അന്തരീക്ഷത്തിൽ മിന്നലിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും പണി നിർത്തിവെക്കണം എന്നാണ് നിയമം. ഓരോ ഷെഡിനും സയൻറ്റിഫിക് ആയ മിന്നൽ രക്ഷാ കവചങ്ങൾ നിർബന്ധമാണ്. എന്നാൽ പലയിടത്തും ഇതൊക്കെ വെറും നോക്കുകുത്തികളാണ്. ഒരു യൂണിറ്റിൽ സ്ഫോടനമുണ്ടായാൽ അത് അടുത്തതിലേക്ക് പടരാതിരിക്കാൻ കൃത്യമായ സേഫ്റ്റി ഡിസ്റ്റൻസ് പാലിച്ചിരിക്കണം. യൂണിറ്റുകൾക്ക് ചുറ്റും കനത്ത മൺതിട്ടകൾ നിർമ്മിക്കണം. ഇന്ന് പല അപകട സ്ഥലങ്ങളും നോക്കിയാൽ കാണാം നിയമം പറയുന്ന അകലം പാലിക്കാതെ തീപ്പെട്ടിക്കൂടുകൾ പോലെ അടുത്തടുത്ത് നിർമ്മിച്ച ഷെഡുകൾ. ഇത് ഒരു ചെറിയ അപകടത്തെ വലിയ ദുരന്തമാക്കി മാറ്റുന്നു. ഒരു ഷെഡിൽ ഒരേ സമയം എത്ര പേർ ജോലി ചെയ്യണം എന്നതിന് കൃത്യമായ പരിധിയുണ്ട്. സാധാരണയായി 2 മുതൽ 4 വരെ ആളുകൾ മാത്രം. സ്ഫോടനം നടന്നാൽ ജീവഹാനി കുറയ്ക്കാനാണ് ഈ നിയന്ത്രണം. കൂടാതെ കൈകാര്യം ചെയ്യാവുന്ന മരുന്നിൻ്റെ അളവും കിലോഗ്രാം കണക്കിൽ ലൈസൻസിൽ പറഞ്ഞിട്ടുണ്ടാകും. ലാഭക്കൊതി മൂലം പലരും ഈ പരിധി ലംഘിക്കാറുണ്ട്. നിർമ്മാണ ഷെഡിനുള്ളിൽ ഇലക്ട്രിക് ബൾബുകളോ സ്വിച്ചുകളോ പാടില്ല. പുറത്തെ ഭിത്തിയിലുള്ള ഗ്ലാസ് ജനലിലൂടെ വരുന്ന പകൽ വെളിച്ചം മാത്രമേ ഉപയോഗിക്കാവൂ. രാത്രിയിലോ കുറഞ്ഞ വെളിച്ചത്തിലോ ഉള്ള ജോലി നിയമം അനുവദിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന 40 ഡിഗ്രിക്ക് അടുത്തുള്ള ചൂട് പടക്ക നിർമ്മാണ മേഖലയ്ക്ക് ഒരു ടൈം ബോംബ് പോലെയാണ്. നിയമം അനുശാസിക്കുന്ന 38 ഡിഗ്രി പരിധി പലയിടത്തും ലംഘിക്കപ്പെടുന്നു. ഉച്ച സമയത്തെ കടുത്ത ചൂടിൽ ജോലി തുടരുന്നത് ആത്മഹത്യാപരമാണ്. സാങ്കേതികമായ ഇത്തരം അറിവുകൾ തൊഴിലാളികൾക്കും കരാറുകാർക്കും നൽകുവാൻ സർക്കാർ തലത്തിൽ സ്ഥിരം സംവിധാനങ്ങൾ ഉണ്ടാകണം. അപകടം നടന്ന ശേഷം കണ്ണീര് ഒഴുക്കുന്നതിനേക്കാൾ നല്ലത് അപകടം വരാതിരിക്കാനുള്ള ഈ മുൻകരുതലുകൾ പാലിക്കുന്നതാണ്. വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ പരിശോധനകൾ മാത്രമാണ് ഏക പോംവഴി. പടക്ക നിർമ്മാണം എന്നത് വെറുമൊരു കുടിൽ വ്യവസായമല്ല. സ്ഫോടക വസ്തു നിയമത്തിലെ ഈ നിബന്ധനകൾ വിചിത്രം എന്ന് നമുക്ക് തോന്നാമെങ്കിലും അവ ഓരോന്നും ഓരോ മനുഷ്യജീവൻ്റെ വിലയാണ്. നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടവർ ഉറക്കം നടിക്കുമ്പോൾ ഇനിയും ഇത്തരം വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. നിരോധനമല്ല പരിഹാരം, മറിച്ച് നിയമങ്ങളുടെ കർക്കശമായ നടപ്പിലാക്കലാണ്. ഓരോ പൂരവും ആഘോഷിക്കുമ്പോഴും അതിനു പിന്നിലെ ഈ മനുഷ്യാധ്വാനവും റിസ്ക്കും ഒക്കെ നാം തിരിച്ചറിയണം. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനിയെങ്കിലും നിയമങ്ങൾ കടലാസിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.